100 ദിവസത്തെ ചോരപ്പുഴ, ഒടുവിൽ ധാരണാപത്രം. ലോകം ചോദിക്കുന്നു, എന്തു നേടി, എന്തിനായിരുന്നു യുദ്ധം? മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും മിസൈൽ ആക്രമണങ്ങൾക്കും ഒടുവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഔദ്യോഗികമായി യുദ്ധവിരാമ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അതിരൂക്ഷമായ സൈനിക നീക്കങ്ങൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും പിൻവാങ്ങാൻ തയ്യാറായത്. യുദ്ധം അവസാനിച്ച മട്ടിൽ ലോകരാജ്യങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുമ്പോഴും അവശേഷിക്കുന്ന ചാരക്കൂമ്പാരങ്ങൾക്ക് നടുവിൽ നിന്ന് ലോകം ഒരേ ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ: ഇത്രയുമധികം ജീവനുകളും സമ്പത്തുകളും തകർത്ത ഈ യുദ്ധം എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? 100 ദിവസത്തെ യുദ്ധം മിഡിൽ ഈസ്റ്റിനെയും ആഗോള വിപണിയെയും ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും ഭീകരമായ തകർച്ചയിലേക്കാണ് തള്ളിവിട്ടത്. യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളായ രാജ്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ ചുരുക്കി പറയാം. ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടത് ഇറാനിലാണ്. ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 18,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഇതിൽ പകുതിയിലധികവും സാധാരണക്കാരാണ്. രാജ്യത്തെ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലകളും ആണവ നിലയങ്ങൾക്ക് സമീപമുള്ള സൈനിക താവളങ്ങളും പൂർണ്ണമായി തകർന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ദശാബ്ദങ്ങൾ പിന്നോട്ടുപോയി. ഇറാന്റെയും പ്രാദേശിക സഖ്യകക്ഷികളുടെയും മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ 1,500-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് പതിച്ച മിസൈലുകൾ പ്രമുഖ നഗരങ്ങളിലെ ജനവാസ മേഖലകളെയും വ്യവസായ കേന്ദ്രങ്ങളെയും വലിയ തോതിൽ തകർത്തു. വിനോദസഞ്ചാര സാങ്കേതിക മേഖലകൾ പൂർണ്ണമായി സ്തംഭിച്ചു. യുദ്ധത്തിന്റെ പ്രധാന ഇരകളിലൊന്നായി ലബനൻ മാറി. ഇസ്രയേൽ അതിർത്തി പങ്കിടുന്ന തെക്കൻ ലബനനിലും ബെയ്റൂട്ടിലും ഉണ്ടായ വ്യോമാക്രമണങ്ങളിൽ 3,500-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരാവുകയും ചെയ്തു. രാജ്യത്തിന്റെ അവശേഷിച്ച അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായി തകർന്നു. നേരിട്ടുള്ള യുദ്ധമുഖത്ത് അമേരിക്കൻ മണ്ണിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ മിസൈൽ ആത്മഹത്യാ ഡ്രോൺ ആക്രമണങ്ങളിൽ 250-ലധികം US സൈനികർ കൊല്ലപ്പെട്ടു. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും US-ന് നഷ്ടമായി. യുദ്ധത്തിനായി മാത്രം ബില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്കയ്ക്ക് ചെലവഴിക്കേണ്ടി വന്നത്. മേഖലയിലെ മേധാവിത്വത്തിനും രാഷ്ട്രീയ വാശികൾക്കും വേണ്ടി തുടങ്ങിയ പോരാട്ടം ഒടുവിൽ നയതന്ത്ര ചർച്ചാമേശയിലാണ് അവസാനിച്ചത്. സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക ശക്തി പ്രകടനങ്ങളും കൊണ്ട് ആർക്കും ഒന്നും നേടാനായില്ലെന്ന് ഈ ധാരണാപത്രം അടിവരയിടുന്നു. 100 ദിവസം മുമ്പ് ചർച്ച ചെയ്യാമായിരുന്ന അതേ കാര്യങ്ങളിലേക്ക് മടങ്ങി വരാൻ വേണ്ടി മാത്രമാണ് 20,000-ലധികം മനുഷ്യജീവനുകൾ ഇവിടെ ഹോമിച്ചത്. അധികാര കസേരകളിൽ ഇരിക്കുന്നവരുടെ വാശിക്ക് വേണ്ടി നിരപരാധികളുടെ ചോരയൊഴുക്കിയ ശേഷം ഒപ്പുവെക്കുന്ന ഈ ധാരണാപത്രങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവനുകളെ തിരികെ നൽകാനാകുമോ? എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ യുദ്ധം? യുദ്ധവിരാമം താൽക്കാലികമായ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും തകർന്നടിഞ്ഞ നഗരങ്ങളും ചോരവാർന്ന തെരുവുകളും ലോക ചരിത്രത്തിലെ കറുത്ത അധ്യായമായി അവശേഷിക്കും. വിജയികളില്ലാത്ത ഈ യുദ്ധത്തിൽ തോറ്റുപോയത് മനുഷ്യത്വവും ലോക സമാധാനവുമാണെന്നത് ഇനിയെങ്കിലും നമുക്ക് പാഠമാകണം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനശബ്ദം.